ഈ ഖുർആൻ പാരായണം ചെയ്യുവാനും അത് ഉൾക്കൊള്ളുവാനും അത് പഠിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും പലതും മനഃപാഠമാക്കുവാനും ഒക്കെ 1 നൂറ്റാണ്ടിനോടടുത്ത കാലമായി അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിന് നൽകിയ ഉന്നതമായ നവോത്ഥാനത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. സമാനമായ രീതിയിൽ സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന കർമ്മശാസ്ത്രപരമായിരിക്കുന്ന കാര്യങ്ങൾ നാം എപ്പോഴും മറ്റുള്ളവരോട് പറയുന്ന കാര്യമാണ്. അതിന് കൃത്യമായ ഒരു താവഴി ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ കളങ്കങ്ങൾ ഏതുമില്ല. ഈ നൂറ്റാണ്ടുകൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്ന നിരവധി കറകളും കളങ്കങ്ങളും ഉണ്ട്. നബിയുടെ കാലത്ത് കപട വിശ്വാസികൾ ഉണ്ടായി. വഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്നാ വഇദാ ഖലൂ ഇലാ ശയാത്തീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നബി തിരുമേനിയുടെ തൊട്ടുടനെയുള്ള കാലഘട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടത്തിലാണ് ഖവാരിജുകൾ രംഗത്ത് വന്നത്. നബിയുടെ വഴി അവിടെയുണ്ട്. മാ അന അലൈഹി വഅസ്ഹാബി എന്ന ആ സുന്ദരമായ പാത അവിടെയുണ്ട്. ആ ഖവാരിജുകൾക്കെതിരെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആദർശപരമായ പോരാട്ടം മാത്രമല്ല, സായുധ വിപ്ലവം കൂടെ നടത്തിയാണ് അവരെ ചെറുത്തു തോൽപ്പിക്കുകയുണ്ടായി. പിന്നീട് കാണുവാൻ കഴിയുന്നത് മുഅ്തസിലിയാക്കളെയാണ്. അതിൽപ്പെട്ട പല അവാന്തര വിഭാഗങ്ങളെയാണ്, ഷിയാക്കളെയാണ്, അവരുടെ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളെയാണ്. ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്ന ആ വഴിയിൽ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്നയാളുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം അയാളുടെ മാർഗത്തെ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ തീവ്രവും വൃത്തികേടുകൾ നിറഞ്ഞതുമായ ആശയങ്ങൾ പ്രചരിപ്പിച്ച മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും അയാളുടെ അനുയായികളുമുണ്ട്. അതിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നവരുണ്ട്. അതിന് സംഘടനാ രൂപം നൽകിയ ആളുകളുണ്ട്. അതോടൊപ്പം ആ വ്യക്തികളിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ച വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളും വ്യത്യസ്ത ശൈലികളെ സ്വീകരിച്ചവരുമൊക്കെ നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി വിശുദ്ധമായ ഈ ഇസ്ലാമിന്റെ വഴിയെ, നവോത്ഥാനത്തിന്റെ വഴിയെ, സുന്ദരമായ ഈ സത്യസന്ധമായ പാതയെ അപകടപ്പെടുത്തുവാനും പ്രയാസപ്പെടുത്തുവാനും മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെയാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ ഖുർആനിന്റെ തിരുചര്യകളുടെ കർമ്മപരമായ കാര്യങ്ങളുടെ മുഴുവൻ സംരക്ഷണവും ഏറ്റെടുത്ത് സ്വഹാബികളും അവരെ പിൻപറ്റിയവരും മുന്നോട്ട് പോയി. ഈ കറകളെ അവർ കാണുന്നുണ്ട്, അതിനെ അവർ പ്രതിരോധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് മഹാനായ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളെയും കർമ്മശാസ്ത്രത്തെയും ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി പഠിപ്പിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്യും. ഓർത്തു നോക്കേണ്ട കാര്യമാണ് നമ്മൾ. അന്നും വ്യത്യസ്തങ്ങളായ ചിന്താഗതികളും വിഭാഗങ്ങളും ഒക്കെ ഉണ്ട്. അതിനിടയിൽ ദീനിനെ സംരക്ഷിക്കുക എന്ന ആ വലിയ ധർമ്മം അവർ നിർവഹിക്കുകയുണ്ടായി. ശാഫിഈ ഇമാം റളിയല്ലാഹു തആല അൻഹു എത്ര കഷ്ടപ്പാടുകൾ ഈ വിഷയത്തിൽ സഹിച്ചു. ബഹുമാനപ്പെട്ടവർ ജന്മം കൊള്ളുന്നത് ഗസയിലാണ്. മക്കയിലേക്ക് വരുന്നു. 7ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഖുർആൻ ബഹുമാനപ്പെട്ടവർ ഹൃദിസ്ഥമാക്കുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. മക്കയിൽ ഉണ്ടായിരുന്ന സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ നിരവധി ഗുരുവര്യന്മാരിൽ നിന്ന് അറിവ് സ്വീകരിച്ചിട്ടുണ്ട്. 10ാമത്തെ വയസ്സിൽ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു രചിച്ച മുവത്ത മനഃപാഠമാക്കിയിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് മദീനയിലേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യുന്നു. 15ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര സരണിയെ വികസിപ്പിക്കുവാനും ഫത്വ നൽകുവാനുമുള്ള അവകാശവും അർഹതയും തന്റെ ഗുരുവര്യന്മാർ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന് നൽകുന്നു. പിന്നീട് ഇറാഖിലേക്ക്, യമനിലേക്ക്, അവസാന കാലഘട്ടങ്ങളിൽ ഈജിപ്തിലേക്ക് വന്ന് കർമ്മശാസ്ത്രത്തിൽ
സമൂഹത്തിന്റെ സുന്ദരമായ ഒരു വഴി മാലിക് എന്നവരുടെ ശിഷ്യൻ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗുരുവര്യർ നല്ല ഒരു സരണിയെ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഓർക്കേണ്ട കാര്യം, അതിനെ തുടർന്ന് നിരവധിയായ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ആ വഴിയെ സ്വീകരിച്ചു മുന്നോട്ട് വന്ന നിരവധി മഹത്തുക്കളായ മഹാന്മാരുണ്ടായിരുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ വഴിയിൽ വരുന്നുണ്ട്. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഈ വഴിയോടൊപ്പം ആധ്യാത്മികമായ ഒരു സരണിയെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള അവാന്തര വിഭാഗങ്ങളും രംഗത്ത് വരുമ്പോ വ്യത്യസ്തങ്ങളായ ചിന്താഗതികൾ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന പല മാർഗങ്ങളും രംഗത്ത് വരുമ്പോ ഞാൻ ഈ സൂചിപ്പിച്ച കർമ്മശാസ്ത്രത്തെ, വിശുദ്ധ ഖുർആനിനെ, തിരുചര്യകളെ, ഖുർആൻ വ്യാഖ്യാനങ്ങളെ, തസവുഫിന്റെ വഴികളെ നൂറ്റാണ്ടുകളിലൂടെ കളങ്കമേതുമേശാതെ കൈമാറ്റം ചെയ്യുകയായിരുന്നു ഈ മഹത്തുക്കൾ, ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാർ. കേരളം അത് സ്വീകരിച്ച് അതിന് വിപുലമായ പ്രചാരണം നൽകിയ ചില ആളുകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് കോഴിക്കോട് കാളിമാർ. ഇബ്നു ബത്തൂത്ത കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം തന്റെ യാത്രാ വിവരണത്തിൽ രേഖപ്പെടുത്തിയ കാര്യം, അദ്ദേഹം കണ്ട മഹാന്മാരായ കോഴിക്കോട് കാളിമാരുടെ മുമ്പ് 40ഓളം കോഴിക്കോട് കാളിമാർ ഈ കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം സമൂഹത്തിന് വെളിച്ചം നൽകി, അറിവുകൾ നൽകി, സമൂഹത്തിന്റെ അവസാന വാക്കായി സ്വീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ വഴിയെ മുന്നോട്ട് കൊണ്ടുപോയി ഗ്രന്ഥരചനകൾ നടത്തി, അതോടൊപ്പം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി എല്ലാ കഴിവുകളുമുള്ള മഹാരഥന്മാരായ കോഴിക്കോട് കാളിമാരെ ഈ പൊതുസമൂഹവും വിശിഷ്യ ഓരോ നൂറ്റാണ്ടുകളിലും ഉണ്ടായ മുസ്ലിം സമൂഹവും പൊതുവായി അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ താവഴിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് സൈനുദ്ദീൻ മഖ്ദൂം നേതൃത്വം നൽകിയ മഖ്ദൂം കുടുംബം. അവരുടെ പാരമ്പര്യം യമനാണ്, യമനിലെ മഅബറാണ്. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിലേക്ക്, കീഴക്കരയിലേക്ക് വന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പൊന്നാനിയിൽ വന്ന പൊന്നാനിയിൽ അസ്ഹർ, ഈജിപ്തിലെ അസ്ഹർ സർവകലാശാലയുടെ രൂപത്തിൽ മനോഹരമായ മസ്ജിദ് ഉണ്ടാക്കുകയും അവിടെ അധ്യാപനം ആരംഭിക്കുകയും ചെയ്യും. 4-5 നൂറ്റാണ്ടുകളിലൂടെ അവരുടെ നേതൃത്വത്തിൽ നവോത്ഥാനം കേരളത്തിൽ ഉണ്ടായി. കോഴിക്കോട് കാളിമാരും പൊന്നാനി മഖ്ദൂമുമാരും ഈ നാട്ടിലെ നമ്മുടെ പൂർവികരായ ആളുകൾക്കിടയിൽ നിലനിർത്തിയ ശാഫിഈ മദ്ഹബിന്റെ സരണിയെ, ആധ്യാത്മികമായ വഴിയെ പിന്നീട് പുഷ്കലമാക്കുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾ കേരളത്തിന്റെ മണ്ണിലേക്ക് വരുന്നതോടുകൂടിയാണ്. ആദ്യമായി കേരളത്തിലേക്ക് വന്നത് 15-ാം നൂറ്റാണ്ടിൽ USSRന്റെ ഭാഗമായിരുന്ന ഉസ്ബെക്കിസ്ഥാനിന്റെ പ്രദേശങ്ങളിലൊന്നായ ബുഖാറയിൽ നിന്ന് ഷെയ്ഖ് സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി എന്ന മഹാനായി അദ്ദേഹം കേരളത്തിലേക്ക് വന്നു. കണ്ണൂരിലെ വളപട്ടണത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന് ശേഷം 40-ലേറെ നബി തിരുമേനിയുടെ വ്യത്യസ്തങ്ങളായ കുടുംബങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ബാഫഖി കുടുംബം, ജിഫ്രി കുടുംബം, പാണക്കാട് സാദാത്യങ്ങളുടെ പൂർവികരായിരുന്ന സയ്യിദ് ശിഹാബുദ്ദീൻ എന്നവരുടെ കുടുംബം, അതോടൊപ്പം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കുടുംബം, മമ്പുറം തങ്ങളുടെ കുടുംബം, ഇങ്ങനെ തുടങ്ങി ഇവർ ഓരോരുത്തരും യമനിൽ നിന്ന്, വ്യത്യസ്ത അറബ് രാജ്യങ്ങളിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോ അവർ ഓരോരുത്തരും മഖ്ദൂമുമാരും സമാനമായി കോഴിക്കോട് കാളിമാരും അവരിൽ നിന്ന് വഴി സ്വീകരിച്ച അന്നത്തെ കേരളത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും ഈ സമൂഹത്തിൽ നൽകിയ ഉന്നതമായ ദീനിന്റെ കളങ്കമില്ലാത്ത, കറയില്ലാത്ത വഴിയെ ശക്തിപ്പെടുത്തുകയുണ്ടായി. ഈ മാർഗത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് 926-ൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപവൽക്കരിക്കപ്പെടുന്നത്. പിന്നീടുള്ള ഈ 1 നൂറ്റാണ്ട് കാലത്തെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഉയർച്ചയെ, ഇവിടെയുള്ള സമൂഹത്തിന്റെ സംസ്കാരത്തെ, വിദ്യാഭ്യാസ മുന്നേറ്റത്തെ, ഈ സമൂഹത്തിന്
ഭൗതികമായും ആത്മീയമായും നേടിയെടുക്കുവാൻ കഴിയുന്ന നേട്ടങ്ങളെ സമസ്തയുടെ മാർഗമായി, വഴിയായി, നവോത്ഥാനത്തിന്റെ ചരിത്രമായിട്ടല്ലാതെ നമുക്കാർക്കും വായിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് ആവശ്യമായ മുന്നേറ്റ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്ത പ്രവർത്തനം? ഒന്ന്, വിശുദ്ധമായ ദീനിന്റെ വഴിയിലുള്ള കളങ്കങ്ങളെ പൂർണ്ണമായിട്ടും പറിച്ചെറിയുക എന്നുള്ളതായി. അന്നും സമസ്ത സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. അന്ന് ഈ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിക്കുകയാണ്, പ്രാദേശികമായ ഭരണകൂടങ്ങളുണ്ട്. അന്നത്തെ ഈ രാജ്യത്തിന് ഒരു ഭരണഘടനയും രീതിയും ഒക്കെ ഉണ്ട്. ആ നിയമങ്ങളെ ഒരു തരത്തിലും ലംഘിക്കാതെ നിയമാനുസൃതമായി ആശയ സംഘടനത്തിന്, ആശയപരമായ പോരാട്ടങ്ങൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന് നേതൃത്വം നൽകിയ മഹാപണ്ഡിതന്മാരും അവരുടെ ഊർജങ്ങൾ ഉപയോഗിച്ചു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുഭാഷാ പണ്ഡിതനായിരുന്നു, നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായിരുന്നു. പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയുകയും ചെയ്ത ആളായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. താനൂരിലെ ഇസ്ലാഹുൽ ഉലൂം നിർമ്മിക്കപ്പെട്ട് ആ നാട്ടുകാർ ഒരു വലിയ കലാലയത്തിന് നാന്ദി കുറിച്ചപ്പോ അതിലെ അധ്യാപകനായിരുന്ന മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തന്റെ പ്രസംഗങ്ങൾക്കും ഗ്രന്ഥരചനകൾക്കുമൊപ്പം ഈ പ്രസ്ഥാനത്തെ സംഘടിപ്പിക്കാൻ വേണ്ടി നാടും ഓടി നടന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംവാദങ്ങൾ അരങ്ങേറി, പ്രഭാഷണങ്ങൾ അരങ്ങേറി. എവിടെയാണോ ബിദ്അകൾ രംഗത്ത് വരുന്നത്, എവിടെയെല്ലാമാണോ അവരുടെ ആശയങ്ങൾ, ഈ പാരമ്പര്യത്തിനെതിരായിട്ടുള്ള അവരുടെ ജൽപ്പനങ്ങൾ പുറത്തു വരുന്നത്, അതിനെതിരായി ശക്തമായ പോരാട്ടം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരും ആ കാലഘട്ടത്തിലുള്ള നേതാക്കളും ശക്തമായി നിർവഹിക്കുകയുണ്ടായി. വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ സ്വാത്വികനായ, എല്ലാ ഭാഷകളും അറിയുന്ന, ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന സർവശേഷിയുമുള്ള ഒരു മഹാപണ്ഡിതനായി. പ്രസംഗിക്കുക മാത്രമല്ല, അവർ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തു. ലഘുലേഖകൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിച്ചു. ഓർക്കേണ്ട ഒരു കാര്യം, സമസ്തയുടെ 1ാം വാർഷിക സമ്മേളനം നടക്കുന്നത് താനൂരിലാണ്. പിന്നീടുള്ള വാർഷിക സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയ നാടാണ് നമ്മളുടെ നാട്. മോളൂരിൽ, ചെമ്മൻകുഴിയിൽ, മണ്ണാർക്കാട് ഒക്കെ സമസ്തയുടെ സമ്മേളനം നടന്നിട്ടുണ്ട്. 929 ഓർക്കേണ്ട കാര്യമാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 26 രൂപീകരിക്കപ്പെട്ട് 1929 ആകുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ പണ്ഡിതന്മാർ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ പത്രാധിപരായി അൽ ബയാൻ എന്ന പേരിൽ ഒരു മാസിക പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഇന്നത്തെ സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് എന്തിനീ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഒരു പത്രം നമ്മൾ നടത്തുന്നു എന്ന ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ആശയ പ്രചാരണത്തിന് ആവശ്യമായ എല്ലാ മാർഗങ്ങളും 926 മുതൽ തന്നെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സമസ്തയുടെ പത്രമാണ്, സമസ്ത നേതൃത്വം നൽകുന്ന ദിനപത്രമാണ് സുപ്രഭാതം ദിനപത്രം. ഈ നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ഈ അവസാന 10 വർഷങ്ങൾക്കിടയിൽ ഈ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തി നൽകിയ സമസ്തയുടെ സംരംഭം കൂടിയാണ്. 929 മുതൽ അൽ ബയാൻ പല ഘട്ടങ്ങളിലായി പ്രസിദ്ധീകരിച്ചു. നിരവധി മാസികകൾ, വാരികകൾ, ആഴ്ചകളിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി, കുടുംബിനികൾക്ക് വേണ്ടി, ഇങ്ങനെ വൈവിധ്യമാർന്ന മേഖലയിൽ സമസ്ത അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൂലികയിലൂടെ അതിന്റെ ധർമ്മം നിർവഹിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടേ. ഇന്നും ആ പ്രക്രിയയാണ് സുപ്രഭാതത്തിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുപ്രഭാതത്തിന്റെ നിലപാട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഈ സമകാലിക സാഹചര്യത്തെ നിങ്ങളൊന്ന് വിശകലനം ചെയ്തു നോക്കൂ.
ആഗോളാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നുവല്ലോ. ഇന്നും ഫലസ്തീനിന്റെ മണ്ണിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അത് ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോ 2 വർഷങ്ങൾ പിന്നിടുമ്പോ ഓരോ ദിവസവും അതിന്റെ കൃത്യമായ വിവരണങ്ങൾ, പ്രത്യേകിച്ച് സാമ്രാജ്യത്വത്തിനെതിരായി മനുഷ്യത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ലേഖനങ്ങൾ എഴുതി, ഫീച്ചറുകൾ തയ്യാറാക്കി, വാർത്തകൾ തയ്യാറാക്കി ഏറ്റവും ശക്തമായി ആ വിഷയത്തിൽ ഇസ്രായേലിനെതിരായ നിലപാട് സ്വീകരിച്ച പത്രം സുപ്രഭാതമല്ലാതെ മറ്റേത് പത്രമാണ്? ഈ സമൂഹത്തെ ആ വിഷയത്തിൽ വലിയ സ്വാധീനത്തിലേക്ക് സുപ്രഭാതം കൊണ്ടുവന്നു. അവിടെയുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, അവിടെയുള്ള കൂട്ടക്കുരുതി അവസാനിക്കുന്നില്ല. നിരവധി ബോംബ് വർഷിപ്പിച്ച് ഇന്നലെയും 100-ലേറെ പാവപ്പെട്ട ഫലസ്തീനിലെ പ്രയാസപ്പെടുന്ന ആളുകളെ വീണ്ടും ഇസ്രായേൽ പട്ടാളം കൊന്നൊടുക്കിയ വാർത്ത ഇന്നും പ്രഭാതത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. അവർക്കെതിരായി നിലപാടെടുക്കുവാൻ പല സമൂഹങ്ങൾക്കും കഴിയുന്നില്ല, രാജ്യങ്ങൾക്കും കഴിയുന്നില്ല. ആർജവത്തോടുകൂടി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് അത്തരം വിഷയങ്ങളെ സമൂഹത്തിനിടയിൽ, പ്രത്യേകിച്ച് പത്രവായനക്കാർക്കിടയിൽ ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു സുപ്രഭാതം ദിനപത്രം. സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ആവശ്യമാകുന്ന നിരവധി അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആ അവകാശങ്ങൾ നേടിയെടുക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഭരണകൂടത്തിന് അനുകൂലമായിട്ടല്ല, ശക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ എന്ന് പറയാൻ തന്നെ കഴിയുന്ന രീതിയിൽ സുപ്രഭാതം പത്രം നിലപാട് സ്വീകരിച്ചു എന്ന് ആർക്കാണ് പറയാതിരിക്കുവാൻ കഴിയുക? നമ്മുടെ നാട്ടിൽ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആലോചന എങ്ങനെ ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയെ ചരിത്രമറിയാത്തവരാക്കി വളർത്തിക്കൊണ്ടുവരും എന്നുള്ളത്. മുഗൾ ചക്രവർത്തിമാർ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ചരിത്രം പഠിപ്പിക്കപ്പെടുക എന്നതിന്റെ ഭാഗമായി ഒരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത ഒട്ടനേകം കെട്ടുകഥകൾ പാഠപുസ്തകങ്ങളുടെ ഭാഗമാക്കി കേന്ദ്ര സർക്കാർ പഠന സംവിധാനങ്ങൾ. ഇത് നമ്മളുടെ കേരളത്തിലേക്ക് ഏതെങ്കിലും വഴിയിലൂടെ ഒളിച്ചു കടത്താനാകുമോ എന്ന ചിന്തയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില നിലപാടുകൾ വന്നപ്പോ അത് സ്വീകരിക്കുവാൻ ഇന്ന് നമ്മളുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറായപ്പോ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അതിനെതിരായി ലേഖനങ്ങൾ എഴുതിയും വാർത്തകൾ പ്രസിദ്ധീകരിച്ചും എഡിറ്റോറിയലുകൾ എഴുതിയും മുന്നിൽ നിന്ന് അത്തരമൊരു നീക്കത്തിനെതിരെ, വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരായി ശക്തമായി നിലപാട് സ്വീകരിച്ചു. സമസ്തയുടെ ഈ ഉന്നതമായ നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പത്രം ആർക്കാണ് നിഷേധിക്കുവാൻ കഴിയുക? സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പഴയ. അത് ചിലപ്പോ തലമറക്കുന്ന തട്ടത്തിന്റെ പേരിലാകാം, ചിലപ്പോ ഭക്ഷണത്തിന്റെ പേരിലാകാം, ചിലപ്പോ പലരുടെയും വർഗീയത ചുവക്കുന്ന, വർഗീയത പ്രസരിപ്പിക്കുന്ന, പ്രസാരണം ചെയ്യുന്ന പ്രസ്താവനകളുടെ പേരിലാകാം. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഞാൻ സമയമില്ലാത്തതിനാലാണ് അതിൽ ഓരോന്നും പറയാത്തത്. ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ കണിശമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സമസ്തയുടെ ഒരു തീരുമാനം, സമസ്തയുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. സമസ്ത ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. സമസ്ത ഒരിക്കലും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമല്ല. സമസ്ത ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ പ്രസ്താവനകൾ നടത്തിയോ പ്രവർത്തിച്ചോ ഈ സമൂഹത്തിനിടയിൽ അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘടനയല്ല. അതേ സമയത്ത് സമസ്ത മുസ്ലിം സമൂഹത്തിന്റെ ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ രൂപവൽക്കരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം കൂടിയാണ്. അതിന്റെ ഭരണഘടന അതിലേക്ക് സൂചന നൽകുന്നുണ്ട്.
അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാലങ്ങളായി ഈ സമൂഹം ന്യൂനപക്ഷം ഇന്ത്യ രാജ്യത്ത് നേരിടുന്ന വിഷയങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഏതാനും വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമൂഹം നേരിട്ട ഏതെല്ലാം വിഷയങ്ങൾ നമുക്ക് ചുരുങ്ങിയ രീതിയിൽ തന്നെ കാണുവാൻ കഴിയും. കേരളത്തിന്റെ മണ്ണിൽ അത്തരം കാര്യങ്ങളൊന്നും വിലപ്പോകുന്നില്ല. എന്നാലും മുത്തലാഖ് ബില്ല് കൊണ്ടുവന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഒരു വിഷയത്തെ വല്ലാതെ പർവ്വതീകരിച്ച് ഈ സമൂഹത്തെ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഭൂരിപക്ഷം ഉപയോഗിച്ചത് പാസാക്കിയെടുക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തെ സമീപിച്ച് ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ആ കാര്യത്തിൽ നല്ലൊരു തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഏറ്റവും ശക്തമായി പ്രതികരിച്ച് മുന്നിൽ നിന്ന പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു. ഈ രാജ്യത്ത് കാലങ്ങളായി ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിവരുന്ന യതീംഖാനകളെ, ഇതിന് സമാനമായ സ്ഥാപന സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും നിഷ്കാസനം ചെയ്യുവാൻ ആവശ്യമായ നിയമങ്ങൾ രൂപവൽക്കരിക്കപ്പെടുമ്പോ അതിനെതിരായും നിയമപരമായ പോരാട്ടങ്ങൾ നടത്താൻ സമസ്തയാണ് മുന്നിലുണ്ടായിരുന്നത്. അത് മാത്രമല്ലല്ലോ, പൗരത്വ ബിൽ ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും മതേതര വിശ്വാസികളെയും വല്ലാതെ വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഈ ഒരു ബില്ല് കൊണ്ടുവരുവാനുള്ള ശ്രമം നമ്മളുടെ രാജ്യത്ത് നടക്കുമ്പോ കോഴിക്കോട്ടേക്ക് ഈ സമൂഹത്തെ മുഴുവൻ വിളിച്ച് ആ ബില്ലിനെ സംബന്ധിച്ച് വിശദീകരിച്ച് അതിനെതിരായുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്നത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും നിയമപരമായ പോരാട്ടങ്ങൾക്കും അതുപോലെ ജനങ്ങളെ സംഘടിപ്പിച്ചിട്ടുള്ള അതിനാവശ്യമായ അച്ചടക്കത്തോടുകൂടെയുള്ള പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകാൻ ഈ പ്രസ്ഥാനമല്ലേ മുന്നിലുണ്ടായത്. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, ഞാനതിന്റെ വല്ലാത്ത വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ സമൂഹത്തിന് കാവൽ നിൽക്കുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഉന്നതമായ സരണിയെ മദ്രസകളിലൂടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പറ്റം ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന പണ്ഡിതന്മാരെ, നേതാക്കളെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഈ സ്ഥാപനത്തിൽ മുമ്പും വന്നതാണ്, എപ്പോഴും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനവും. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് പറയാൻ ആഗ്രഹിക്കുന്നു. മദ്രസയിലെയും സ്കൂളിലെയും ഒക്കെ 7ാം തരം പാസ്സായ മക്കളെയാണ് ഈ ജാമിയ റഹീമിയയിൽ ചേർത്ത് പഠിപ്പിച്ചവരെ മഹാപണ്ഡിതന്മാരാക്കി വളർത്തിയെടുക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസകളിലാണ് ഇവർ ചെറുപ്പത്തിൽ പഠിക്കുന്നത്. ഈ മദ്രസകളിൽ 1ാം വർഷവും 5ാം വർഷവും 7ാം വർഷവും ഒക്കെ പഠിച്ച് ഇവിടെ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. റഹീമിയ ഒരു ഉദാഹരണമാണ്. ഓരോ സ്ഥാപന സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ്. ശൂന്യതയിൽ നിന്നൊരാളെ എടുത്ത് ഒരു റഹീമിയാക്കി മാറ്റുക എന്നുള്ളതല്ല. സമസ്ത ഈ സമൂഹത്തിൽ വിദഗ്ധ മനോഹരമായ ഒരു പാഠമുണ്ട്. സമസ്ത ഈ സമൂഹത്തിന് നൽകിയ അറിവിന്റെ ആദ്യത്തെ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിൽ നിന്ന് മുന്നേറുന്ന പ്രിയപ്പെട്ട മക്കളെയാണ് സമസ്തയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ സ്ഥാപന സംവിധാനങ്ങളിലും പഠിച്ച് അവർ പണ്ഡിതന്മാരായി, അവർ പ്രതിഭകളായി അവർ മുന്നോട്ട് ഗമിക്കുന്നത്. ജാമിയ റഹീമിയ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ്. അങ്ങനെ വിദ്യാഭ്യാസപരമായി വൈവിധ്യമാർന്ന നവോത്ഥാനങ്ങളുടെ മാർഗങ്ങളിൽ ഈ പ്രസ്ഥാനം 100 വർഷം പൂർത്തിയാക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ആവേശഭരിതരാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു